സൂഫികളുടെ ആദർശത്തിൽ സഹോദരങ്ങളെ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ഒരാൾ സൂഫിസം എടുത്തു നോക്കിയാൽ ഇസ്ലാമിൽ നിന്ന് കുറച്ച് പേരിന് കാര്യങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ ഏതാണ്ട് എല്ലാ കുഫ്റൻ ചിന്താഗതികളിൽ നിന്നും അതിലെ വൃത്തികേടുകൾ സൂഫിസം അവർ കടമെടുത്തിട്ടുണ്ട് എന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതിൽപ്പെട്ടതാണ് സൂഫികൾ ക്രൈസ്തവരിൽ നിന്ന് കടമെടുത്ത പല വിശ്വാസ ചിന്താധാരകളും. അതിൽപ്പെട്ടതാണ് ഹുലൂൽ എന്നത്. ഹുലൂൽ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയിൽ അവതരിച്ചു എന്ന വിശ്വാസം, ആ വിശ്വാസം അല്ലാഹു തന്നെയാണ് ഈസ എന്ന വിശ്വാസം, അത് സൂഫികൾ പല രൂപത്തിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. സാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിരുകവിയുക എന്നത് ക്രൈസ്തവരിൽ നിന്നാണ് സൂഫികൾ അത് കടമെടുത്തിട്ടുള്ളത്. ഔലിയാക്കന്മാർ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവരാണ്, അവർക്ക് സർവ്വതിനെയും നിയന്ത്രിക്കാൻ കഴിയും, സർവ്വതും അറിയാൻ കഴിയും, 7 ആകാശങ്ങൾക്ക് അപ്പുറത്തുള്ളതുവരെ കാണാൻ കഴിയും എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ ക്രൈസ്തവരിൽ നിന്നാണ് അവർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കറിയാം, അവരിൽ വിശുദ്ധന്മാരുണ്ട്, അവർക്ക് പ്രത്യേക പദവികളുണ്ട്. ഓരോ വിശുദ്ധനും ഓരോ പദവിയാണ്. ആ പദവി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അതേ പദവി സമ്പ്രദായം ഔലിയാക്കന്മാരിൽ അഖ്താബുകളുണ്ട്, അബ്ദാലുകളുണ്ട്. ഇങ്ങനെ ഓരോരോ ഘടനകളും, ഗൗസുകളുണ്ട്, ഗൗസുൽ അദമുണ്ട്. ഇങ്ങനെ ഓരോ ഘടനകളും ഓരോ പദവികളും ഔലിയാക്കന്മാർക്ക് നിശ്ചയിക്കുക എന്ന സമ്പ്രദായം, അതും ഈ പറഞ്ഞതുപോലെ സൂഫികൾ ക്രൈസ്തവരിൽ നിന്നെടുത്തതാണ്. ഇസ്ലാമിൽ അതിന് യാതൊരു അടിത്തറയുമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിലോ സഹാബത്തിന്റെ വാക്കുകളിലോ സൂഫികൾ പറയുന്ന ഈ വാക്കുകൾക്കോ ആ പറയുന്ന ആശയങ്ങൾക്കോ യാതൊരു സ്വാധീനവുമില്ല എന്ന് സഹോദരങ്ങളെ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.